ഹലോ ഗായ്സ്, അപ്പോൾ ഞാനും അമ്മയും കൂടി ഇന്ന് പോണത് ബീച്ചിലേക്കാണ്, കടൽ കാണാൻ. രണ്ടാൾക്കും എന്നൊരു മനസ്സിനൊരു സുഖവും സമാധാനവും ഇല്ലാത്ത ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം പറഞ്ഞ് നമുക്കെന്നാൽ കടൽ കാണാൻ പോവാമ്മ, കുറച്ച് നേരം അവിടെ പോയി ഒന്ന് റിലാക്സ് ആവാമെന്ന് പറഞ്ഞ് അമ്മേനെയും കൺവിൻസ് ചെയ്ത് ഞങ്ങൾ ബീച്ചിൽ പോയി. ബീച്ചിൽ പോയപ്പോൾ ഗായ്സ്, എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 21 വയസ്സായി. ഈ 21 വയസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് സൂര്യാസ്തമയം കാണുന്നത്. കടൽ കാണാൻ വന്നിട്ട് ഇത്രയും ഒരു സമാധാനം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. സമാധാനത്തിലൊന്നും അവിടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലിയും ഇങ്ങനെ കസിൻസൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കടലിൽ കളിക്കുക അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ അതിനപ്പുറം എൻ്റെ മനസ്സ് നിറഞ്ഞൊരു സമാധാനം ഒന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ കണ്ണെടുക്കാതെ സൂര്യനെ നോക്കിക്കുക എന്ന് പറയുന്ന പോലെയാണ് സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട്. ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട്. കുറേ കടലിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ നടന്നു. പിന്നെ പട്ടൊക്കെ പറത്തുണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിരീക്ഷിച്ച് കാണുന്നതും ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ വന്നങ്ങനെ കടലിൽ കളിക്കുക, അങ്ങനെ അലമ്പ് കളിക്കലുള്ള പണി. സൂര്യൻ ഇങ്ങനെ പതിയെ പതിയെ താന്നു തുടങ്ങി, ഓറഞ്ച് കളറായി. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളിങ്ങനെ കടൽ വിൽക്കാൻ നടക്കുന്നുണ്ടായിരുന്നു. എന്നൊരു കടലപ്പാക്ക് വാങ്ങി കഴിച്ചു. പിന്നെ ഐസ്ക്രീം, അമ്മയ്ക്ക് ചൊരണ്ടി ഐസ് വേണമെന്ന് പറഞ്ഞിട്ട് അതും. ഞാൻ പിന്നെ മാംഗോ ബാറിൻ്റെ ഫാനാണ്, അപ്പോൾ ഞാനൊരു മാംഗോ ബാറും കഴിച്ചു. ഇങ്ങനെ സൂര്യാസ്തമയം ഇങ്ങനെ അസ്തമിക്കണം നോക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതിൻ്റെ 2 കുട്ടികളവിടെ കളിക്കേണ്ടിയിരുന്നു. അവരെ കളി കാണാൻ നല്ല രസമായിരുന്നു. കാരണം നമ്മൾ ചെറുപ്പത്തേക്ക് ഒരു എന്താ പറയുക, ടെൻഷനോ ഒന്നുമില്ലാത്ത ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം നമ്മൾ ബാല്യകാലമാണെന്നാണല്ലോ പറയുക. പിന്നെ സൂര്യൻ അസ്തമിച്ച് കാണാതെ അതിനെ ഒരു പൊട്ടുപോലെ കണ്ടു. പിന്നെ കുറച്ച് നേരം പൊട്ടും കാണാതെ ആദ്യമായിട്ടാണെങ്കിൽ ലൈഫിൽ ഇങ്ങനെ സൂര്യാസ്തമയം കാണുന്നത് ഫസ്റ്റായി. ഒരു ഭയങ്കര മനസ്സ് നിറഞ്ഞു പോയി കണ്ടപ്പോൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അടുത്ത വീട്ടിൽ കാണാം, ബായ്.